ഇന്നലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഇന്നാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല. വീട്ടിൽ നിന്ന് വണ്ടി വരാഞ്ഞോണ്ട് നമ്മൾ ആദ്യം തന്നെ ഓട്ടോ പിടിച്ച് ഓച്ചിറയിലെത്തി. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സും വന്നു. അതിന്റെ ഇടയ്ക്കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും നല്ല കനത്ത മഴയും പെയ്യുമായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാഞ്ഞോണ്ട് ഓടിപ്പോയി സ്നാക്സും ജ്യൂസും മേടിച്ച് കഴിച്ചു. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ OP എടുത്തിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും അവിടെ ചുമ്മാ നിന്നിട്ടുണ്ടായിരിക്കും. ഡോക്ടർമാർക്കൊക്കെ എന്താ തിരക്ക്. പിന്നെ കുത്തിക്കുറിച്ച് വന്ന് കുറെ ടെസ്റ്റ് എടുക്കാനായിരുന്നു പോരുന്നത്. ടെസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി നടക്കാൻ വേറൊരു റോഡും ബാലൻസ് ഇല്ല. പിന്നെ പോയി പറഞ്ഞ ചെക്കപ്പ് സ്കാനും എല്ലാം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്ന അയാൾക്ക് എക്കോ ടെസ്റ്റ് വേണം നിർബന്ധമാണ്. പിന്നെ എനിക്ക് ഭ്രാന്തല്ല 1500 രൂപ കൊടുത്തിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോയിട്ട് വരാൻ. ഡോക്ടറേയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങേരെ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷേ എനിക്ക് ചുമ്മാ അനാവശ്യമായിട്ട് കളയാൻ അത്ര പൈസ ഇല്ല. സോ സർട്ടിഫിക്കറ്റ് തരാത്ത ദേശം നമ്മൾ സ്നാക്സ് കഴിച്ചിട്ടായിരുന്നു മാറ്റിയത്. ഉഴുന്നവട കഴിച്ചു, പരിപാടി കഴിച്ചു, ലസ്സിയും മേടിച്ചു. പിന്നെ വീണ്ടും നടപ്പായിരുന്നു ഗൈസ്. നടന്ന് പോയപ്പോഴത്തേക്കും എനിക്ക് കാലിയോട്ടോ കിട്ടി. പിന്നെ ആ വണ്ടി പിടിച്ചിട്ടാണ് പകുതി ദൂരമെങ്കിലും എത്തിയത്. പിന്നെ വീണ്ടും കുറച്ച് നേരം നടന്നു, വീണ്ടും വണ്ടി കിട്ടി. പക്ഷേ ആ വണ്ടിയിൽ മാമ ഫണ്ടൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു. പിന്നെ ബസ്സും പിടിച്ച് കോളേജിലോട്ട് ഒരു ഓട്ടോ ആയിരുന്നു. എനിക്കാണെങ്കിൽ തണുത്തിട്ട് പോയായിരുന്നു. കോളേജിൽ എത്തിയപ്പോഴത്തേക്കും ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. സോ ഞാൻ പോയി ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. വീണ്ടും പണിവേളി ഗൈസ്. സീനിയർ വന്നിട്ട് പറഞ്ഞു നമുക്കിനി റൗണ്ട് സീലും കൂടെ വേണമെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനകത്ത്. സോ നമുക്കിനി നാളെ പോകാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഈ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പൂവൊക്കെ കൊടുത്തപ്പോൾ ഡയറക്റ്റ് ഇമോഷൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ എക്സ്പ്രഷൻ ഒന്നും വരുന്നതല്ല, എന്തോ ഭാഗ്യത്തിനാണ് ഇപ്പോൾ ചിരിച്ചൊക്കെ നിന്നത്. എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുള്ളതുകൊണ്ട് ഞാൻ വഴി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. സോ പിന്നെയാണ് തോന്നിയിട്ട് ഇറങ്ങണ്ടായിരുന്നു. നല്ല സൂപ്പർ മഴയായിരുന്നു ഗൈസ്. പിന്നെ തണുത്ത് കുറച്ചാണ് വീട്ടിലോട്ട് കയറിച്ചെന്ന്.